ഗുഡ് മോർണിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനി നമുക്ക് ഇതിലൊരു പ്രോബ്ലം ചെയ്യാം. അതിനു മുന്നേ ഞാൻ പ്രോബബിൾ എററിൻ്റെ നോട്ട്സും അതിൻ്റെ ഒരു വീഡിയോയും ഞാൻ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. കാരണം ഇതിൽ അത് എന്തോ ശരിയാവുന്നില്ല, അതുകൊണ്ട് ഞാനത് വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് കേട്ടതിന് ശേഷം ആ പ്രോബ്ലം ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കേൾക്കുക. ഈ വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യൽ പ്രോബ്ലമാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. ഫ്രം ദ ഫോളോയിങ് ടേബിൾ കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബൈ കാൾപേഴ്സൺസ് മെത്തേഡ്. കാൾപേഴ്സൺ മെത്തേഡിൽ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണാനാണ്. അതിൽ അരിത്മെറ്റിക് മീൻ ഓഫ് എക്സ് ആൻഡ് വൈ വേരിയബിൾ ആർ 6 and 8. അതായത് എക്സ് ബാറും വൈ ബാറും നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 6ഉം 8ഉം തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് ബാർ എത്രയാണ്? 6ഉം വൈ ബാർ 8ഉം തന്നിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് മിസ്സിങ് വാരിയബിൾസ് ഉണ്ട്. കണ്ടോ? എക്സ് നോക്കി നോക്കൂ. എക്സ് എന്ന് പറഞ്ഞാൽ 6, 2, 10, പിന്നെ ഒരു മിസ്സിങ് വാരിയബിൾ ഉണ്ട്, പിന്നെ 8. വൈയിലും അതുപോലെ ഒരു മിസ്സിങ് വാരിയബിൾ കാണുന്നുണ്ടല്ലേ. 9, 11 മിസ്സിങ് വാരിയബിൾ, 8, 7. അപ്പോൾ എക്സ് ബാറിൻ്റെ മിസ്സിങ് വാരിയബിൾ നമുക്ക് പി എന്നും വൈയുടെ മിസ്സിങ് വാരിയബിളിനെ നമുക്ക് ക്യൂ എന്നും ഡിനോട്ട് ചെയ്യാം. നമുക്ക് തന്നിട്ടുണ്ട്, എക്സ് ബാർ തന്നിട്ടുണ്ട്, മീൻസ് അരിത്മെറ്റിക് മീൻ തന്നിട്ടുണ്ട്. അപ്പോൾ മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് അല്ലേ. അപ്പോൾ 6 + 2 + 10 + p + 8 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയാണ്? 5 = ശരിക്കും എന്താണ്? 6 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 6 + 2 + 10 + p + 8 എന്ന് പറഞ്ഞാൽ 26 + p എന്ന് പറഞ്ഞാൽ ശരിക്കും എത്രയായിരിക്കും? 30 ആണ് അല്ലേ. 5 × 6 30, 6 × 5 30 വരും. അപ്പോൾ 30 = 26 + p ആണ്. അങ്ങനെയാണെങ്കിൽ p എന്ന് പറഞ്ഞാൽ എന്താ? 30 - 26 4. അപ്പോൾ നമുക്ക് മിസ്സിങ് വാരിയബിൾ കിട്ടിയില്ലേ? 4 എന്ന് കിട്ടി. സെയിം പ്രൊസീജിയർ തന്നെയാണ് എന്തിന്? വൈ ബാറിന്. വൈ ബാർ എത്രയാണ്? 8 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. 8 എന്ന് പറയുന്നത് എന്താണ്? 9 + 11 + q + 8 + 7 എത്രയാണ്? ഡിവൈഡഡ് ബൈ എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 5. അത് എത്രയാണ് തന്നുള്ളത്? 8 എന്ന് തന്നിട്ടുണ്ട്. സ്വാഭാവികമായും ടോട്ടൽ എത്രയാണ്? 5 40. അപ്പോൾ 35 + q = 40 ആണെങ്കിൽ q എന്ന് പറഞ്ഞാൽ എത്ര? 40 - 35 5. ഓക്കെ. അപ്പോൾ നമുക്ക് മിസ്സിങ് വാരിയബിൾ 2 കിട്ടി. ഒരു മിസ്സിങ് വാരിയബിൾ p = 4ഉം q = 5. പിന്നെ നമുക്ക് ചെയ്യാനറിയാലോ, സാധാ ചെയ്യുന്ന പോലെ. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോളം വൈസ് ചെയ്യുക. 6, 2, 10, 4, 8. പിന്നെ ഡി എക്സ് എന്ന് പറഞ്ഞാൽ അല്ലേ, ആ കോളം വൈസ് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം. അതുപോലെ തന്നെ dx² y അല്ലേ. 6 - 6 0. കണ്ടോ? dx എത്രയാണ്? 6 - 6 0. 2 - 6 - 4. 10 - 6 4. 4 - 6 - 2. 8 - 6 2. കണ്ടോ? അത് ടോട്ടൽ ചെയ്യുക. അതുപോലെ dx² കാണുക, y കാണുക, y - y ബാർ, അതാണ് dy എന്ന് പറയുന്നത്. y ബാർ എത്രയാണ്? 8. 9 - 8 1. 11 - 8 3. കണ്ടുവോ? അങ്ങനെ ഓരോന്നും കിട്ടി. dy 0 കിട്ടി, dy² കിട്ടി, dx dy കിട്ടി അല്ലേ. നമുക്ക് ചെയ്യാൻ അറിയുന്നതാണ്. ഓരോന്നും കിട്ടി. σx എന്ന് പറഞ്ഞാൽ 30, σdx 0, σdx² 40, σdy 40, σdy 0. ഇനി അത് ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് r = σdx dy ഡിവൈഡഡ് ബൈ σdx² × σdy². ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. -0.9192 എന്ന് കിട്ടും. So the results indicates that there is high degree of negative correlation. കണ്ടോ? ഇത് മിസ്സിങ് വാരിയബിൾ വെച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണാനുള്ളതാണ്. അപ്പോൾ മിസ്സിങ് വാരിയബിൾ എങ്ങനെ കണ്ടെന്ന് മനസ്സിലായി കാണും. അത് വെച്ച് നമ്മൾ എങ്ങനെയാണ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കണ്ടെന്നുള്ളത് മനസ്സിലായി കാണും. ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. ഓക്കെ.